എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 14 ശ്ലോകം 36 മുതൽ 46 വരെ 11 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 11 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 14ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ധ്യാനയോഗത്തിനെ പറ്റി ഇതാ വിസ്തരിച്ചു പറയണു ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. ഹൃൽ പുണ്ടരീകമന്ദസ്ഥം ഊർധ്വനാളമധോമുഖം ധ്യാതോർധ്വമുഖമുന്നിദ്രം അഷ്ടപത്രം സകർണികം. യമം, നിയമം, ആസനം, പ്രാണായാമം എന്ന ധ്യാനാംഗങ്ങള് 4നെയും വിവരിച്ച ശേഷം ധ്യാനിക്കേണ്ടതായ രൂപമിരിക്കുന്ന പീഠത്തെ വിവരിക്കുകയാണ്. ദേഹത്തിന്റെ ഉള്ളിലുള്ള ഹൃദയപുണ്ടരീകം തന്നെയാണ് പീഠം. നാളം മുകളിലേക്കും മുഖം കീഴോട്ടുമായി വിരിയാത്ത വാഴാമണി പോലെ ഇരിക്കുന്നു. ഹൃദയകമലത്തിന്റെ സ്വാഭാവികമായിരിക്കുന്ന ഈ നിലയെ വിപരീതമാക്കി തീർക്കണം. പ്രാണവായുവിന്റെ ശക്തിയാൽ ഊർധ്വമുഖമാക്കണം. വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിന് തുല്യമായിട്ടും നടുവിൽ കർണിക ഉള്ളതായിട്ടും ധ്യാനിച്ച് ഉറപ്പിക്കണം. അതിനാൽ ആദ്യം ഹൃദയകമലത്തെ ധ്യേയപീഠമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. ഈ പുഷ്പത്തിന് 8 ദളങ്ങളുള്ളതായി ഭാവിക്കണം. കർണികായാം ന്യസേ സൂര്യ സോമാഗ്നീനുത്തരോത്തരം വഹ്നിമധ്യേ സ്മരേത് രൂപം മമൈതൽ ധ്യാനമംഗളം. അങ്ങനെ വികസിച്ചിരിക്കുന്ന ഹൃദയ താമരപ്പൂവിന്റെ നടുവിൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവയെ ഒന്നിന്റെ മീതെ മറ്റൊന്നായിട്ട് ധ്യാനിക്കണം. എല്ലാറ്റിന്റെയും മേൽഭാഗത്തിരിക്കുന്ന വന്യമണ്ഡലത്തിന്റെ നടുവിൽ ധ്യാനിക്കാൻ തക്ക വിധം സുന്ദരവും ശുഭപ്രദവുമായ എന്റെ ഈ രൂപത്തെ താഴെ പറയുന്ന രീതിയിൽ ധ്യാനിക്കണം. സമം പ്രശാന്തം സുമുഖം ദീർഘചാരു ചതുർഭുജം സുചാരു സുന്ദരഗ്രീവം സുചാരു സുന്ദരഗ്രീവം സുഖപോലം ശുചിസ്മിതം. ഒന്നിനൊന്ന് അനുരൂപമായിരിക്കുന്ന അവയവങ്ങളും ശുദ്ധമേ ശാന്തമായും സുന്ദരമായും ഇരിക്കുന്ന മുഖവും നീണ്ടും മനോഹരമായും ഇരിക്കുന്ന 4 കൈകളോടുകൂടിയും അതിമനോജ്ഞമായിരിക്കുന്ന കഴുത്തും മിന്നുന്ന കവിൾത്തടവും ശുഭ്രമായ മന്ദഹാസവും സമാനകർണവിന്യസ്തസ്ഫുരൻ മകരകുണ്ടലം ഹേമാംബരം ഘനശ്യാമം ശ്രീവത്സശ്രീനികേതനം. ഒരുപോലെ ഇരിക്കുന്ന 2 കാതുകളിൽ ധരിച്ചും പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന മകരകുണ്ടലങ്ങളും ഉടുത്തിരിക്കുന്ന മഞ്ഞപ്പട്ടും മേഘം പോലെ നീലവർണ്ണവും ശ്രീദേവിയുടെ ഇരിപ്പിടമായ മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുവും ധ്യാനിക്കണം. ശംഖചക്ര ഗദാ പത്മവനമാലാ വിഭൂഷിതം നൂപുരൈർവിലസൽപാദം കൗസ്തുഭപ്രഭയായുധം. ശംഖം, ചക്രം, ഗദ, താമരപ്പൂവ്, വനമാല എന്നീ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടും കാൽച്ചിലമ്പുകൾ കൊണ്ട് ശോഭിക്കുന്ന പാദങ്ങളും മാറി ധരിച്ചിരിക്കുന്ന കൗസ്തുഭം എന്ന രത്നത്തിൽ നിന്ന് വ്യാപിച്ചിരിക്കുന്ന ശോഭയോടുകൂടിയും ദ്യുമൽ കിരീടകടക കടിസൂത്രാംഗദായുധം സർവാംഗ സുന്ദരം ഹൃദ്യം പ്രസാദ സുമുഖേ ക്ഷണം. രത്നം മുതലായവയിൽ നിന്ന് പ്രസരിക്കുന്ന കാന്തിയാൽ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന കിരീടം, കടകം, വള, അരഞ്ഞാണ്, തോൾവള ഇവയോടുകൂടി സർവ അംഗങ്ങളിലും സൗന്ദര്യം ഒരുപോലെയുള്ളതിനാൽ അത്യന്തം ആനന്ദകരമായും തെളിഞ്ഞും പ്രകാശിക്കുന്ന ഭംഗിയുള്ള കണ്ണുകളോടുകൂടി സുകുമാരമഭിധ്യായേൽ സർവാംഗേഷു മനോദധൽ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യോ മനസാകൃഷ്യ തന്മന ബുദ്ധ്യാ സാരഥിനാ ധീര പ്രണയേന്മയി സർവത.
ഇരിക്കുന്ന എന്റെ മനോഹര സ്വരൂപത്തെ ഏകാന്തചിത്തനായിട്ട് ധ്യാനിക്കണം. മനസ്സിനെ ഓരോ അവയവങ്ങളിൽ പ്രത്യേകം ഉറപ്പിച്ച് സാധകൻ ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളെ ശബ്ദാദി വിഷയങ്ങളിൽ സഞ്ചരിക്കാൻ ഇടവരുത്താതെ മനസ്സുകൊണ്ട് ഒതുക്കണം. മനസ്സിനെ നിശ്ചയ സ്വരൂപമായ ബുദ്ധി കൊണ്ട് സമർത്ഥനായ സാരഥി ദുർമാർഗത്തിലേക്ക് വാഹനത്തെ വലിച്ചു കൊണ്ടുപോകുന്ന കുതിരയെ പിടിച്ചു നിർത്തുന്നത് പോലെ പിടിച്ചു നിർത്തണം. ധീരനായ സാധകൻ വളരെ ജാഗ്രതയോടും ശാന്തതയോടും കൂടി സാവധാനത്തിൽ മനസ്സിനെ എന്നിൽ ഉറപ്പിക്കണം. തത്ര ലബ്ധപദം ചിത്തമാകൃഷ്യ വ്യോംനിധാരയേൽ തച്ഛത്യക്ത്വാ മദാരോഹോ ന കിഞ്ചിദപി ചിന്തയേ. അതിൽ മാത്രം ഉറച്ച മനസ്സിനെ അതിൽ നിന്നും ആകർഷിച്ച് ചിതാകാശത്തിൽ ഉറപ്പിക്കണം. സ്ഥൂല ധ്യാനത്തിൽ പഴകുന്തോറും സൂക്ഷ്മ ധ്യാനത്തിൽ ശക്തി സിദ്ധിക്കും. ഈ വിധം ക്രമത്തിൽ സർവവ്യാപകമായിരിക്കുന്ന ശുദ്ധ ബ്രഹ്മമായ എന്നിൽ ലയിച്ചു വന്ന് ധ്യാനം എന്ന വ്യാപാരവും ധ്യാനിക്കാനുള്ള രൂപവും ധ്യാനത്തിനു കർത്താവായിരുന്ന മനസ്സും ഈ മൂന്നും ഇല്ലാതെ വരുന്നതിനാൽ പിന്നെ ഒന്നും ചിന്തിക്കുകയും വേണ്ട. ഏവം സമാഹിതമതി മാമേവ ആത്മാനമാത്മനി വിജഷ്ടേ മയി സർവാത്മൻ ജ്യോതിർജ്യോതിഷി സംയുതം. ഇങ്ങനെ ഏകാഗ്രചിത്തനായിട്ട് സർവാത്മാവായിരിക്കുന്ന എന്നിൽ സ്ഥിരനായിരിക്കുന്നതിന്റെ ജീവകല ഒരു തീപ്പൊരി വലുതായ തീയിൽ ചേർന്ന് ഒന്നായി ഭവിക്കുന്നത് പോലെ സർവാധാരനായിരിക്കുന്ന എന്നോട് ചേർന്ന് ഒന്നായി ഭവിക്കുന്നു. ഈ സ്ഥിതിയിൽ എത്തുന്നത് തന്നെ നിർവികൽപ്പ സമാധി. യോഗികൾ ഈ അവസ്ഥയിൽ ഇരിക്കുന്നു. ധ്യാനേനേത്തം സുതീവ്രേണ യുഞ്ജതോ യോഗിനോ മന സംയാസ്യത്യാശു നിർവാണം ദ്രവ്യജ്ഞാന ക്രിയാഭ്രമ. ഇപ്രകാരം സമാധി പര്യന്തമുള്ള ധ്യാനയോഗത്തെ പറഞ്ഞ ശേഷം അതിന്റെ മഹാഫലത്തെ പറ്റിയിട്ടും പറഞ്ഞു കൊടുക്കുന്നു ഭഗവാൻ. അതിതീവ്രമായിരിക്കുന്ന ഇപ്രകാരമുള്ള ധ്യാനത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന യോഗിക്ക് കാണുന്നവൻ, കാണപ്പെടാവുന്നത്, കാഴ്ച എന്നിങ്ങനെ 3 വിധത്തിൽ സ്ഫുരിക്കുന്നതും ത്രിപുടി എന്ന് വേദാന്ത ശാസ്ത്രത്തിൽ പറയപ്പെടുന്നതുമായ ദ്രവ്യജ്ഞാന ക്രിയാഭ്രമം ക്ഷണത്തിൽ നശിക്കുന്നു. ഇങ്ങനെ ദേഹേന്ദ്രിയ അന്ധകരണത്തിൽ ഉണ്ടായിരുന്ന അധ്യാസരൂപമായ ഭ്രമം, അതായത് തെറ്റായ ഭ്രമം നശിച്ചതിനാൽ ആത്മമാത്രനായി പരമാനന്ദ സ്വരൂപനായി ഭവിക്കുന്നത് തന്നെ യോഗത്തിന്റെ പരമഫലം. ഇത് തന്നെ പരമപദ പ്രാപ്തി എന്ന് മഹാഫലത്തെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഉപസംഹരിക്കുകയാണ്. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശ സ്കന്ധേ ധ്യാനയോഗവർണ്ണനം നാമ ചതുർദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 14ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.